ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഹാജറ ബീവി, ഈ ഒരു വൃത്തത്തിൽ നിന്ന് അവർ പണി കഴിപ്പിക്കുകയും പുനരുദ്ധാരണം നടത്തുകയും ഒക്കെ ചെയ്ത കഅബാലയത്തിലേക്ക് ദുൽഹിജ്ജ മാസത്തിൽ ആളുകൾ പുറപ്പെടും. എന്തിനാണ്? പല ആളുകളുടെയും മനസ്സിലുണ്ടാകുന്ന, അല്ലെങ്കിൽ പലരും ചില ആളുകളെങ്കിലും പരിഹസിച്ച് ചോദിച്ചൊരു വിഷയമാണ്. ഒരു വലിയൊരു കല്ല്, സാധാരണ 4 മൂലകളുള്ള ഒരു കല്ലിനെ എങ്ങനെ പ്രദക്ഷിണം വെക്കുകയും എന്നിട്ട് ഒരു കാര്യവുമില്ലാത്ത സാധുക്കളായ കുറേ മൃഗങ്ങളെ അറുത്ത് കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുക്തിയും കാണാത്തൊരു സംഗതി എന്തിനാണ് എന്ന് പലപ്പോഴും ചിന്തിക്കലുണ്ട്. വാസ്തവത്തിൽ ആ ചരിത്രം അതുകൊണ്ടായിരിക്കാം എന്തിനാണ് ഹജ്ജ്, അല്ലെങ്കിൽ എന്തിനാണ് അത്തരം ഒരു കർമ്മം ഉണ്ടാക്കിയത് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ചരിത്രം ഉദ്ധരിച്ച് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ലോകത്തെ ഏത് മനുഷ്യർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഏത് മനുഷ്യന്റെ ജീവിതത്തിലും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും, സ്വാഭാവികമാണ്. ഈ ആർക്കും ഉണ്ടാകും. പണമുള്ളവന് പണമില്ലായ്മയും പണമില്ലാത്തവന് പണം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകും. അള്ളാഹു ഏത് രൂപത്തിലും നമ്മൾ എത്ര തന്നെ ഒരിക്കലും നിന്ന് കൊടുക്കണ്ട എന്ന് കരുതിയാൽ പോലും എല്ലാ പരീക്ഷണങ്ങളിലും നമ്മളെല്ലാവരും ഉൾപ്പെടേണ്ടി വരും. അത് സ്വാഭാവികമാണ്. നാട്ടിലൊരു വരൾച്ചയുണ്ടായാൽ, പട്ടിണിയുണ്ടായാൽ, പകർച്ചവ്യാധി ഉണ്ടായാൽ അതിനങ്ങനെ പ്രത്യേകിച്ചൊരു കാറ്റഗറി, കുറച്ച് നല്ല മനുഷ്യർ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്നഹു ഫതൻ യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം നബി യുവാവായിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധനത്തിന് ഒരു നബിയായി നിയോഗിക്കുകയാണ്. വഹയ കൊടുത്ത് നബിയായി നിയോഗിക്കുന്നു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ എല്ലാ നബിമാരെയും അല്ലാഹു പരീക്ഷിച്ചതുപോലെ പരീക്ഷണങ്ങൾ ഉണ്ടായി. കടുത്ത വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി. ആ പരീക്ഷണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ പലതിനെയും പഴിക്കുകയും കാലത്തെ പഴിക്കുകയും അള്ളാഹുവിനെ പഴിക്കുകയും വല്ലാത്തൊരവസ്ഥ എന്ന് പഴിക്കുകയും ചെയ്യുന്നതിന് പകരം ഇബ്രാഹിം നബിക്കറിയാം, ഇതെല്ലാം എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ്, ഇതെല്ലാം എൻ്റെ റബ്ബനോട് പറയുന്നതാണ്, എന്നെ പരീക്ഷിക്കുന്നതാണ്. അതൊരു ഭംഗി വാക്കല്ലാത്ത, പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ എനിക്കതൊന്നൊരു വിഷയമല്ല, അള്ളാന്റെ കൂടെ ഉണ്ടാവുമ്പോ ഞാൻ എന്തിനെ പേടിക്കണ്ടേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അതുപോലെയല്ല, ഒരു പരീക്ഷണം വന്നാൽ എന്ത് സംഭവിക്കും അത് നമ്മൾ ആലോചിക്കണ്ടേ. അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ഒരുപാട് പരീക്ഷിക്കപ്പെട്ടു. ഇബ്രാഹിം നബിയോട് ഭാര്യയെയും കൂട്ടി ആരുമില്ലാത്ത മക്ക മരണത്തിലേക്ക് ചെല്ലാൻ ഒരു മനുഷ്യൻ പോലും, ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. എന്തിനാണ് റബ്ബെ എന്നെ ഇത്തരം ഒരു മരുഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന് പോലും ഇബ്രാഹിം നബി ചോദിച്ചില്ല. കാരണം അള്ളാഹ് കൽപ്പിക്കുകയാണല്ലോ, അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യാന്നാണ്. ഇബ്രാഹിം നബിക്ക് ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷെ ഇബ്രാഹിം നബിക്ക് മക്കളില്ലാണ്ട് പോയി. ഇബ്രാഹിം നബിയുടെ വലിയ ആഗ്രഹമായിരുന്നു, പടച്ചോനെ എനിക്ക് കുട്ടികൾ ഉണ്ടാകണം, പടച്ചോനെ എനിക്ക് മക്കളുണ്ടാകണം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, വെറും മക്കളല്ല, എനിക്ക് നല്ല നല്ല ഏറ്റവും അള്ളാഹിനെ ഭയപ്പെടുന്ന സ്വാലിഹീങ്ങളായ സന്താനം വേണം. അങ്ങനെ പെട്ടെന്നൊന്നും അള്ളാഹ് കൊടുത്തില്ല. കുറെ കാലം അങ്ങനെ കൊണ്ടുപോയി. ഇബ്രാഹിം നബിക്ക് അറിയാം അള്ളാഹു തരാൻ കരുതിയാൽ ഒരു തടസ്സമില്ല. പക്ഷെ ഇബ്രാഹിം നബി പ്രാർത്ഥന നിർത്തിയില്ല, അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയപ്പോ ഇബ്രാഹിം നബിക്ക് അള്ളാഹു 2 മക്കളെ കൊടുക്കുകയാണ്. ആ മക്കള് തന്നോളം എത്തി. ആ മക്കൾ ഇബ്രാഹിം നബിയുടെ കൂടെ പണിയെടുക്കാനുള്ള പ്രായമെത്തി, കൊണ്ടു നടക്കാനുള്ള വകയും വകുപ്പൊക്കെ എത്തിയ സമയത്താണ് ഇബ്രാഹിം നബിയോട് അള്ളാഹു ഇസ്മായിലിനെ അറുക്കണമെന്ന് പറയണത്. ആ സാഹചര്യം നമ്മുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാകണം. ഇബ്രാഹിം നബിക്ക് ജീവിതം മുഴുവനും പരീക്ഷണാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഖലീലുല്ലാഹ് എന്ന പേര് കൊടുത്ത് ജീവിതം മുഴുവനും പരീക്ഷണാണ്. ഇബ്രാഹിം നബി അള്ളാഹിനെ ചോദിച്ചില്ല, പടച്ചോനെ ഇപ്പോഴിങ്ങോട്ട് തന്നിട്ടല്ലോ, ഈ വയസ്സായ സമയത്ത് ഈ ഒരു കടുങ്കൈ എന്നോട് ചെയ്യിക്കണോ എന്നൊന്നും ഇബ്രാഹിം നബി ചോദിച്ചില്ല. ഇബ്രാഹിം നബി മകനോട് ആ വിഷയത്തെ കുറിച്ച് ചർച്ച നടത്തുകയാണ്. മകൻ തിരിച്ചു പറഞ്ഞത്, യാ അബത് ഇഫ്അൽ മാ തുഅമർ, എന്താ അല്ലാഹ് പറഞ്ഞത്, നിങ്ങളോട് അല്ലാഹ് എന്താ പറഞ്ഞത് അത് നിങ്ങൾ പ്രാവർത്തികമാക്കിക്കോളി. ഒരു വിട്ടുവീഴ്ച ഉണ്ടാണ്ട, നടന്നോട്ടെ, ഒരു പ്രതിസന്ധി ഉണ്ടാവൂല. ആ വിഷമത്തിലും പ്രയാസത്തിലും അള്ളാഹുവിന്റെ കലാമിനെ, പടച്ച റബ്ബിനെ അനുസരിക്കുക, അല്ലാഹ് പറഞ്ഞത് കേൾക്കുക,
എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ പറഞ്ഞത് നടപ്പിലാക്കാൻ പോയപ്പോഴാണ് മതി, നീ വിജയിച്ചിട്ടുണ്ട്, അറുത്തതുപോലെ ആയിട്ടുണ്ട്, എല്ലാം തികഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ചേ, ആ പ്രായത്തിലുള്ള ഒരു 10-20-25 വയസ്സുള്ള നമ്മുടെ ഒരു മകനെ കുറിച്ച് നമ്മുടെ മക്കളൊന്ന് ആലോചിച്ചേ. സ്വന്തം വാപ്പ നമ്മളോട് അങ്ങനെ ഒരു കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? ഈമാനില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പാടില്ലാത്ത ഒരു ഹൃദയത്തിന് ആ പറയപ്പെട്ട സംഗതി ഉൾക്കൊള്ളാൻ കഴിയോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് അള്ളാഹു അത് തൗഹീദിന് വേണ്ടി അള്ളാഹിനനുസരിച്ച, അള്ളാഹിനെ ഭയപ്പെട്ട ഒരു വാപ്പയും ഒരു മകനും അമ്പിയാക്കളാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട അവർക്ക് പ്രതീകമായി നമ്മൾ എന്താണ് ആ കല്ലിനെ ചുറ്റിയിട്ട് ആ കല്ലിനെ തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഒരു മനുഷ്യനുമില്ല, ഒരു ഇടയാളനുമില്ല, ആരുമില്ല, അല്ലാഹ് മാത്രം നിന്റെ വിളിക്ക് മറുപടി നൽകാൻ, നീ വിളിച്ചത് കൊണ്ട് നിന്റെ വിളിക്കൊരു ജവാബ് നൽകാൻ ഞങ്ങളിതാ എത്തിയിരിക്കുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയാണ്. അത്രയല്ലുള്ളൂ. നേരെ മറിച്ച് ആ കല്ലിനൊരു പോരിശ, അങ്ങനെ ആ കല്ലിനെ എന്തെങ്കിലും ഒരു വസ്തുവായി കണ്ട് അതിനെ ഒന്ന് തൊട്ടാൽ, അതിനൊന്ന് ചുംബിച്ചാൽ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, അതിന്റെ ഒരു ഓരത്തുനിന്ന് കുറച്ച് മണ്ണെടുത്തുണ്ടെന്നാൽ ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ എന്തേ ഉള്ളത്? എന്താ നമ്മുടെ മനസ്സിലുള്ളത്? ആ പ്രവാചകൻ അനുഭവിച്ച ത്യാഗം, ആ പ്രവാചകന്റെ മക്കൾ സ്വർഗത്തിൽ കിടക്കേണ്ട വിഷയം, അതിന് നമ്മളെ പഠിപ്പിക്കാനാണ് ആ വിഷയം അള്ളാഹു വെച്ചത്. വമ്പിച്ച പ്രതിഫലം, വമ്പിച്ച കൂലി. അള്ളാഹ് പറയാണ്, അതിന് മുഴുവൻ മുസ്ലിം ഉമ്മത്തും, അത് മുതലുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തും അവർ നിർബന്ധമായും ബലി നൽകുക എന്ന് പറഞ്ഞൊരു കർമ്മമാണ്.